ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്വെയർഡ് കൺട്രോളിൻ്റെ ഫൈനൽ പാർട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ലെങ്തി പോർഷനാണ്. സോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ പറഞ്ഞു. സെക്കൻഡ് കേസിൽ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തു, പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സൈൻഡ് നമ്പേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിനെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ അസ്യൂം ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ അൽഗോരിതവും ഫ്ലോ ചാർട്ടും വരച്ചു. അതുപോലെ തന്നെ ഡാറ്റ പ്രോസസ്സർ പാർട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി ഫൈനലി നമുക്ക് വരയ്ക്കാനുള്ളത് ഇതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ ലോജിക് ഡിസൈനിങ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ, ഈ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡാറ്റ പ്രോസസ്സർ സ്റ്റേജ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എന്തായാലും റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടി വരും ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്ലോ ചാർട്ട് വരച്ചു. ഇതായിരുന്നു നമ്മുടെ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ടിൻ്റെ ബേസിസിലാണ് ഞാൻ ഇതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ടിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് അഡീഷൻ വന്നാൽ എന്ത് സംഭവിക്കും, സബ്ട്രാക്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും, സബ്ട്രാക്ഷനിൽ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി വന്നാൽ എന്ത് സംഭവിക്കും, എ ലെസ് ദാൻ ബി എന്ത് വന്നാൽ സംഭവിക്കുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്കിതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ ഫ്ലോ ചാർട്ടിനെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഞാൻ T0 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനീഷ്യൽ സ്റ്റേറ്റ് അത് ഞാനിവിടെ എൻ്റെ ഫ്ലോ ചാർട്ടിൽ തന്നെ മാർക്ക് ചെയ്യാണ് T0. T0യിൽ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ് x=1 എന്ന് അസ്യൂം ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്. ഇനി മേ ബി നമുക്ക് സബ്ട്രാക്ഷനാണ് ചെയ്യാനുള്ളെങ്കിൽ നമ്മളിതിനെ T1 എന്നുള്ള സ്റ്റേറ്റ് വിളിച്ചു. ഇത് വെച്ചിട്ടാണ് ഞാനതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ T0യും T1ഉം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് സപ്പോസ് ചെയ്യാനുള്ളത് അഡീഷൻ ആണെങ്കിൽ നമ്മൾ നേരിട്ട് ആ T1നെ ബൈപ്പാസ് ചെയ്തിട്ട് നേരെ T2യിലേക്ക് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ T0 സബ്ട്രാക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ T0, T1, T2 എന്നുള്ള ഓർഡറിലാവും വരിക. അഡീഷനാണ് ചെയ്യുന്നതെങ്കിൽ T0യിൽ നിന്ന് T1 ടച്ച് ചെയ്ത് ഡയറക്റ്റ് T2 എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരും അല്ലേ. ഇനി നമുക്ക് T3 കൊടുക്കണം സപ്പോസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇനീഷ്യൽ സ്റ്റേറ്റ് x=1 എന്ന് പറയുന്നതാണ് T0 എന്നുള്ള സ്റ്റേറ്റ്. T1ൽ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കറൻറ്റിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി ഇൻപുട്ടിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ ചെയ്തത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പും ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് ഇതിനെ ബൈപ്പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്താണ് T3 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് നോർമലി അഡീഷനാണ്. അപ്പോൾ ഈ ഫിഗർ പ്രകാരം ഇതാണ് T3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ ആഡ് ചെയ്യും. അതാണ് ആക്ച്വലി T3 എന്നുള്ള സ്റ്റേറ്റ്. അതായത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എയും ബിയും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്യാരി വരുന്നുണ്ടെങ്കിൽ അതിനെ ഓവർഫ്ലോ ഫ്ലാഗിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഇതാണ് T3. ഇനി നമുക്ക് പറയാനുള്ളത് T4 ആണ്. T4ൽ ഞാൻ ചെയ്യുന്ന കാര്യം സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ് ഞാൻ എന്തിൽ ചെയ്യുന്നത്, T4ൽ ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിൻ്റെ കോംപ്ലിമെൻറ്റും അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക, അതായത് 2's കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇതാണ് ആക്ച്വലി T4. ഈ T4ന് ശേഷം ഞാൻ എന്ത് ചെയ്യും, T5 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകും. അതായത് നോർമലി ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ആ ഓവർഫ്ലോയെ നമ്മൾ കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇതാണ് ശരിക്കും നമ്മുടെ T5 എന്നുള്ള സ്റ്റേറ്റ്. അതായത് ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ ആ ഓവർഫ്ലോയെ ബൈ ഡിഫോൾട്ടായിട്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതാണ് T5ൽ നമ്മൾ ചെയ്യുന്നത്. ഫൈനലി നമ്മൾ T6ൽ ചെയ്യുന്നത് എന്താണ്, ഇത് രണ്ടും ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ ലെസ് ദാൻ ബി എന്നുള്ളൊരു സ്റ്റേറ്റ് ആവും നമുക്ക് കിട്ടുക. നമ്മൾ ആദ്യം ഇതിനെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്യും, അതായത് 2's കോംപ്ലിമെൻ്റ് എടുക്കും. അതാണ് ഫൈനലി നമ്മൾ മാർക്ക് ചെയ്യുന്ന T6. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ T1 മുതൽ T6 വരെ ഉള്ള കേസ് ഞാൻ എന്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്ലോ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ എനിക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ഇതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യണം. ഇതിൻ്റെ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പാർട്ട് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കലാണ്. ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ഡയഗ്രാംസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഡയഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഇത് നിങ്ങൾ എന്തായാലും ഈ 14 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഇത് എന്തായാലും എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് T0 എന്നുള്ള സ്റ്റേറ്റ് ആണ്. T0 അല്ലേ. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് T1. T0 എന്നുള്ള സ്റ്റേറ്റ് നമുക്ക് ആദ്യം നോക്കാം. T0 അല്ലേ. അപ്പോൾ T0
എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് എടുക്കുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെടുക്കും, ക്യു എ എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കും, ക്യു ബി എന്നുള്ളത്, അപ്പോൾ രണ്ടും 0 ആയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നു അല്ലേ. ഇതാണ് T0. അപ്പോൾ T0യിൽ നിന്ന് T1ലേക്ക് ഒരു ജമ്പ് വരും. എപ്പോഴാണ് ജമ്പിങ് സംഭവിക്കുക? T0യിൽ നിന്ന് T1ലേക്കുള്ള ജമ്പ്. ഇപ്പോൾ T1 ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ T0യിൽ നിന്ന് T1ലേക്ക് ഞാനൊരു ആരോ ഹെഡ് എടുത്തു. ഇത് T1 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ T1 ഞാൻ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ T2 ഞാൻ മാർക്ക് ചെയ്തു. എന്താണ് T1ഉം T2ഉം? T1 ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ആക്ച്വലി സബ്ട്രാക്ഷൻ ആയിരിക്കും. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്യു എസിൻ്റെ വാല്യൂ 1 ആവുമ്പോഴാണ്, ഇവിടെ ക്യു എ ക്യു ബി എന്ന് എഴുതി, ക്യു എ ക്യു എസ് ആണ്, ക്യു എസിൻ്റെ വാല്യൂ 1 ആവുകയാണെങ്കിലാണ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുക. സബ്ട്രാക്ഷന് ശേഷം നമ്മൾ നേരിട്ട് ഇതിനെ T2ലേക്ക് മാറ്റും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ചെയ്യുന്നത് അഡീഷൻ ആണെങ്കിൽ T0യിൽ നിന്ന് നേരെ T2ലേക്കാണ് ഈ സ്റ്റേറ്റ് പോവുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അഡീഷനാണ്, അഡീഷൻ സ്റ്റേറ്റ്. അപ്പോൾ T0യും T1ഉം T2 ഞാൻ കാണിച്ചു. T0 മാർക്ക് ചെയ്തു, T1 മാർക്ക് ചെയ്തു, T2 മാർക്ക് ചെയ്തു. ഇനി T3 എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്? T3യിൽ നമുക്ക് നോർമലി കിട്ടുന്നത്, T3 ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു, T3 എന്ന് പറഞ്ഞാൽ അഡീഷനാണ് നമുക്ക് T3യിൽ ചെയ്യാനുള്ളത് അല്ലേ. നമ്മൾ ഓൾറെഡി ആ കേസ് പറഞ്ഞു, എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യും. അപ്പോൾ ഞാനിവിടെ T3 എന്നുള്ള ഒരു സ്റ്റേറ്റും കൂടി ഇവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്, T3. ഓക്കെ, അപ്പോൾ T2 കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇത് T3ലേക്ക് പോവും അല്ലേ. T3യിൽ നിന്ന് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോവും? ഇത് T0യിലേക്ക് തന്നെ പോകും. അതായത് നോർമലി T3 എന്നുള്ള സ്റ്റേറ്റ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡീഷനെയാണ് T3 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? എസ് എന്ന് പറയുന്ന സൈനിൻ്റെ വാല്യൂ 0 ആണെങ്കിലാണ് നമുക്ക് നോർമലി അഡീഷൻ ചെയ്യാനുണ്ടാവുക. എസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ അഡീഷൻ ചെയ്തിട്ട് നമ്മളിത് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇതാണ് നോർമലി ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ T0 മാർക്ക് ചെയ്തു, T1 മാർക്ക് ചെയ്തു, T2 മാർക്ക് ചെയ്തു, T3 മാർക്ക് ചെയ്തു. ഇനി എപ്പോഴാണ് T4 എക്സിക്യൂട്ട് ചെയ്യാം? T4 അതായത് T4 എന്ന് പറഞ്ഞാൽ നോർമലി അഡീഷൻ, എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യണം. സപ്പോസ് ഈ എസിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ T2യിൽ നിന്ന് നേരിട്ട് പോകുന്നത് T4ലേക്കായിരിക്കും. ഏത് സ്റ്റേറ്റിലേക്കായിരിക്കും? T4. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവണേ കറക്റ്റായിട്ട്? യെസ്. അപ്പോൾ T4ലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ കിട്ടേണ്ട സ്റ്റേറ്റ് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പെർഫോം ചെയ്ത സ്റ്റേറ്റ് ചെയ്ത്, അതായത് T4 എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇവിടെ പറഞ്ഞു. T4 എന്താണ്? T4ൽ നമുക്ക് സബ്ട്രാക്ഷനാണ് ചെയ്യാനുള്ളത്. അതായത് എൻ്റെ കൂടെ ബീൻ്റെ കോംപ്ലിമെൻറ്റോ, അതായത് 2's കോംപ്ലിമെൻറ്റ് സബ്ട്രാക്ഷനാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അതാണ് T4 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. T4ൽ നിന്ന് നമ്മൾ അടുത്ത പോകുന്ന T5ലേക്കാണ്. T5ൽ ആക്ച്വലി നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇയുടെ വാല്യൂ 0 ആക്കുന്ന മാത്രമാണ് T5ൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ T5 ഇവിടെ മാർക്ക് ചെയ്യാണ്, T5. ഓക്കെ, T5ൽ ശരിക്കും നമ്മൾ ഒരു ഓപ്പറേഷനും നോർമലി ചെയ്യുന്നില്ല. അതായത് ഇ വരുന്നുണ്ടെങ്കിൽ ആ ഇയെ ബൈ ഡിഫോൾട്ടായിട്ട് 0 ആയിട്ട് സെറ്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നെറ്റിംഗ് ഓപ്പറേഷൻ, അത് ഞാനിപ്പോൾ നോർമലി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ ഞാൻ T5 ആയിട്ട് പറയുന്നത്. T5ൽ നമ്മൾ നോർമലി ഒരു കണ്ടീഷനാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കണ്ടീഷനിൽ ശരിക്കും നമ്മൾ നെറ്റിംഗ് ഓപ്പറേഷൻ, അതായത് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. യെസ്. അപ്പോൾ ഞാനിവിടെ നോർമലി T5 കാണിച്ചു. T5 എന്നുള്ള സ്റ്റേറ്റിൽ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ T5 കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് തന്നെ പോകണം, അതായത് നമ്മൾ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. ഇത് തിരിച്ച് ക്യാരി ഒന്നും വരുന്നില്ലെങ്കിൽ ഇത് T0യിലേക്ക് തന്നെ പോകണം അല്ലേ. ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് എന്താണ്? T6. ശ്രദ്ധിക്കണേ, T6 ഓൾറെഡി നമ്മളിവിടെ കാണിച്ചു. T6 എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ബാർ ആക്കുകയാണ് T6ൽ നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. യെസ്. അപ്പോൾ T6 കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ് എന്താ? T7 ആണ്. T7 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് അല്ലേ. T7 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോർമലി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആയിരിക്കും? T6ൽ നമ്മൾ ഇത് ചെയ്തു. ഇതാണ് ശരിക്കും T7 എന്നുള്ള സ്റ്റേറ്റ് കേട്ടോ, കൺഫ്യൂഷൻ ആവല്ലേ. യെസ്. അപ്പോൾ T6 കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ടായിട്ട് അടുത്ത സ്റ്റേറ്റ് എന്തായിരിക്കും? അടുത്ത സ്റ്റേറ്റ് T7 ആയിരിക്കും. T7 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതെങ്ങോട്ടേക്ക് പോവും? വീണ്ടും ഇത് T0യിലേക്ക് പോകും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം. അപ്പോൾ എല്ലാവർക്കും ഇത് ആദ്യം കാണുമ്പോൾ കൺഫ്യൂഷൻസ് വരും. ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈക്വൽ ടു 1 ആണെങ്കിൽ ഇത് ഡയറക്റ്റ് എക്സിറ്റ് ആവും.
അതായത് ഞാനിപ്പോൾ പറഞ്ഞ കേസ് ശ്രദ്ധിക്കണം എല്ലാവരും. ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ ഈനെ 0 ആക്കിക്കൊണ്ട് അത് എക്സിറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്. സപ്പോസ് ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഓപ്പറേഷനാണ്. ആദ്യം T6 പെർഫോം ചെയ്യണം, പിന്നെ T7 പെർഫോം ചെയ്യണം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 8 സ്റ്റേറ്റുകൾ വെച്ചിട്ട് ഈ സ്റ്റേറ്റ് ഡയഗ്രാം നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. എല്ലാവർക്കും ഇതിൻ്റെ കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു, ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയാൽ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബ്രീഫ് എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റ് T0 അല്ലേ. ദെൻ വി ഡിറ്റർമൈൻ ദി ട്രാൻസിഷൻ ഓഫ് അതർ സ്റ്റേറ്റ് T1, T2, T3 ആൻഡ് സോ ഓൺ. For each state, we determine the micro operation that must be initiated by the control circuit. This procedure produces the state diagram for the controller together with a list of register transfer operation which are to be initiated while the control circuit in each and every stage. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. എല്ലാവർക്കും ഈ സ്റ്റേറ്റ് ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. സ്റ്റേറ്റ് ഡയഗ്രത്തിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് അടുത്ത ഇതിൻ്റെ സീക്വൻസ് ഓഫ് രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് എന്നുള്ളൊരു ടേബിളാണ് വരയ്ക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. ഇത് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. യെസ്, ഇത് ഹാർഡ്വെയറിൻ്റെ കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേബിളായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അത് ഒരു ടേബിൾ മെത്തേഡ് പ്രകാരം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇവിടെ എന്തൊക്കെ വരച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഹാർഡ്വെയർഡ് കൺട്രോളിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു റെഫറൻസ് ടേബിൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കൺട്രോൾ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബേസിൽ നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ ബേസിൽ നമ്മൾ എന്ത് വരച്ചു, ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കേസും കൂടി നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ 7 സ്റ്റേറ്റുകളാണ് നമ്മളൊരു ടേബിളായിട്ട് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ 7 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് T0, T1, T2, T3, T4, T5, T6, T7. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ടേബിളിൽ വരച്ചിരിക്കുന്നത് ഫസ്റ്റ് വെച്ചിരിക്കുന്നത് X ആണ്. X എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ Xൻ്റെ വാല്യൂ 1 ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന X. കണ്ടോ എല്ലാവരും? പിന്നെ എനിക്ക് വരുന്നത് S2 ആണ്. S2, S1, S0, C എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന ഈ ജനറൽ ആയിട്ടുള്ള ഈ ടേബിളിൻ്റെ റെഫറൻസ് ആയിട്ടാണ് നമ്മൾ S2, S1, S0, C എന്ന് വരച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി നമുക്കറിയാം. പിന്നെ നമ്മളിതിൻ്റെ കൺട്രോൾ ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഒന്ന് L ആണ്, ഒന്ന് Y ആണ്, ഒന്ന് Z ആണ്, ഒന്ന് W ആണ്. ഇതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ L ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാവാത്തൊരു പ്രീവിയസ് വീഡിയോ കാണണേ. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ടേബിളാണ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് X = 1 കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ Xന് മാത്രം 1 കൊടുത്തു. ബാക്കി എല്ലാ കൺട്രോൾ ഇൻപുട്ട്സും നമ്മൾ 0 ആയിട്ട് കൊടുത്തു. ഇതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ. ദിസ് കേസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ T1 എന്നുള്ള കേസാണ് പറയുന്നത്. T1ൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഒരു സെക്കൻഡ് എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏത് ഫംഗ്ഷനാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാവും. നമുക്ക് കോംപ്ലിമെൻ്റ് ആണ് എടുക്കാനുള്ളത്. അപ്പോൾ കോംപ്ലിമെൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലിമെൻ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കൺട്രോൾ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടി വരിക, Y ആണ് പെർഫോം ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിൽ Y എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണോ Y എന്ന് പറഞ്ഞാൽ, Y എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ഓഫ് BSനെയാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, Y എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ Y എന്നുള്ള ടേം ആക്ച്വലി ഇവിടെ എന്താക്കണം, നമ്മൾ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ Y എന്നുള്ളത് എനേബിൾ ചെയ്യണം ബൈ ഡിഫോൾട്ടായിട്ട്. അതാണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. അടുത്തത് T2 ആണ്. T2ൽ നമ്മൾ നത്തിങ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് എല്ലാ കൺട്രോൾ ഔട്ട്പുട്ട്സും 0 ആയിട്ട് എടുക്കണം. അടുത്തത് T3 ആണ് അല്ലേ. T3ൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു അഡീഷൻ ഓപ്പറേഷനാണ്. അഡീഷൻ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അഡീഷൻ ഓപ്പറേഷൻ ചെയ്യാൻ നമുക്കിവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, അപ്പോൾ നമുക്കൊരു അഡീഷൻ ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഈ റെഫറൻസ് ടേബിൾ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് ഒരു അഡീഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്കിവിടെ ചെയ്യാനുള്ളത്, ഇതിൽ നമ്മുടെ സെലക്ഷൻ ലൈൻസ് 0, 0, 1 ആയിരിക്കണം. സീനിൻ്റെ വാല്യൂ 0 ആയിരിക്കണം.
ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അറിഞ്ഞാലേ നമുക്ക് അഡീഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അഡീഷന് ഞാൻ എന്ത് ചെയ്തു, ഈ S0ൻ്റെ വാല്യൂ 1 ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ നമുക്കിവിടെ ഡാറ്റ ലോഡ് ചെയ്യാനുണ്ട്, ആഡ് ചെയ്ത ഡാറ്റയെ. അതുകൊണ്ട് നമ്മളിതിനെ 1 എടുത്തു, ലോഡ് ഡാറ്റ 1 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഇതേപോലെ T4 എന്നുള്ള സ്റ്റേജിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, T4ൽ നമുക്ക് ചെയ്യാനുള്ളത് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ഷൻ മാത്രമല്ല, സബ്ട്രാക്ഷൻ വിത്ത് ക്യാരി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, സബ്ട്രാക്ഷൻ്റെ കൂടെ നമ്മളൊരു വൺസ് കോംപ്ലിമെൻറ്റ് പ്ലസ് 1 ആണ് നമ്മൾ ചെയ്യുന്നത്, 2's കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ചെയ്യാനുള്ളത് ഈ ഒരു ഓപ്പറേഷനാണ് കേട്ടോ, സബ്ട്രാക്ഷൻ. ഇതാ ഈ സബ്ട്രാക്ഷൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, 0 1 0 സീനിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുന്നത് ഏത് ഓപ്പറേഷനാണ്, ഇതാ സീനിൻ്റെ വാല്യൂ നോർമലി നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യാൻ ഈ സീനിൻ്റെ 1 എടുക്കണം, ഡാറ്റ ലോഡ് ചെയ്യണം. പിന്നെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ 0 0 1 എന്നുള്ളൊരു ഓപ്പറേഷനാണ് എടുക്കാനുള്ളത്, അത് ഞാൻ എടുത്തു. S0ൻ്റെ വാല്യൂ ബൈ ഡിഫോൾട്ടായിട്ട് 0, S2 എന്നുള്ളത് 0, S1 എന്നുള്ളത് 1, S0 എന്നുള്ളത് 0. ഈ കേസാണ് നമുക്ക് സബ്ട്രാക്ഷൻ ഓപ്പറേഷനായിട്ട് പെർഫോം ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് T5 എന്നുള്ള സ്റ്റേറ്റാണ്. T5ൽ ഞാൻ ഇയുടെ വാല്യൂ 0 ആയിട്ട് കൊടുത്തു. ഇയുടെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ കേസ്, കണ്ടോ, ക്ലിയർ ഇ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് W ആണ്, W. അപ്പോൾ നമ്മൾ ഇയെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, W എന്നുള്ള സ്റ്റേറ്റിന് മാത്രം 1 കൊടുത്തു, ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ടായിട്ട് 0 കൊടുത്തു. ഇനി നമുക്ക് എഗെയിൻ നമുക്കൊരു കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻ എടുക്കാനുള്ളത്, എ എന്നുള്ള ടേമിനെ കോംപ്ലിമെൻ്റ് ആക്കണം. അതിന് നമുക്ക് ആദ്യം ഡാറ്റ ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ലോഡ് ചെയ്യാൻ ഞാൻ L എടുത്തു. പിന്നെ നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടാൻ നമുക്ക് ഈ റെഫറൻസ് ടേബിൾ നോക്കേണ്ടി വരും. കോംപ്ലിമെൻറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ് നമുക്കിവിടെ കിട്ടണം. കോംപ്ലിമെൻറ്റ് എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 സെലക്ഷൻ ലൈൻസ് ഇൻപുട്ടുകളും 1 ആയിട്ട് എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, S2ൻ്റെ വാല്യൂയും S1ൻ്റെ വാല്യൂയും അതുപോലെ S0ൻ്റെ വാല്യൂയും നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് എന്തെടുത്തു, 1 എടുത്തു, കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്, ഡാറ്റ ലോഡ് ചെയ്യാൻ ഞാൻ ലോഡും എടുത്തു. ഇനി T7 ആണ്. T7ൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ കൂടെ 1 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു, ആദ്യം 1 ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്യാരി ഇന്നു കൊടുത്തു. അതുപോലെ തന്നെ ലോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ ലോഡ് കൊടുത്തു. പിന്നെ നമുക്ക് എൻ്റെ സിമ്പൽ സൈൻ മാറ്റണം. എൻ്റെ സൈൻ മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് Z ആണ്, കണ്ടോ, കോംപ്ലിമെൻറ്റ് ഓഫ് AS. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് AS എടുക്കാൻ ഞാനിവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ വാല്യൂവും Z-ൻ്റെ വാല്യൂ എന്തായി കൊടുത്തു, 1. അപ്പോൾ നല്ല ടഫാണ് നോർമലി, കാരണം നമുക്കിത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നല്ല ഡീപ്പ് നോളേജ് ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു ടേബിളൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കൺട്രോൾ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിസിൽ എങ്ങനെ നമ്മളിതിൻ്റെ സീക്വൻസ് ഓഫ് രജിസ്റ്റർ ട്രാൻസ്ഫേഴ്സ് ചെയ്തു എന്ന് മനസ്സിലായോ. അപ്പോൾ ഈ ടേബിൾ വരയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് വരച്ചു തരാത്ത നമുക്കൊരു ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ആ ടേബിൾ നേരെ ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിസിൽ നമുക്കിതിൻ്റെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. നോർമലി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, പിന്നെ ഡീകോഡർ മെത്തേഡ്, PLA മെത്തേഡ്, മൈക്രോ പ്രോഗ്രാം മെത്തേഡ്. ഇത് നമ്മൾ നോർമലി ഇവിടെ എടുക്കുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്നുള്ളൊരു മെത്തേഡാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് കേസസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ വരച്ചിരിക്കുന്ന കംപ്ലീറ്റ് കേസസിനെ നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫംഗ്ഷനാക്കി മാറ്റുകയാണ്. അതാണ് നമ്മൾ അടുത്ത സ്റ്റേറ്റിൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫംഗ്ഷനാക്കി മാറ്റുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതായിരുന്നു നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം. ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിൽ ഞാനിവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻസ് ഇതൊക്കെ നിങ്ങൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണ് എടുക്കുന്നത്, അല്ലേ? ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ D ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8 ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഇവിടെ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. കറക്റ്റായിട്ട് ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻസ് വരും. D × T0, D × T1, D × T2, D × T3, D × T4, D × T5, D × T6, D × T7. ഇങ്ങനെ 8 ഫങ്ഷൻസാണ് നമുക്കിവിടെ ഫോം ചെയ്യാനുള്ളത്. അപ്പോൾ D × T0 നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക, നല്ല പോലെ ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻസ് വരും. അപ്പോൾ D × T0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ T0 എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ആദ്യം ഒന്ന് കമ്പയർ ചെയ്യാം. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേക്ക് എത്ര കൺട്രോൾ ഇൻപുട്ടുകൾ വന്നു ചേരുന്നുണ്ട്,
ഒന്ന് T3യിൽ നിന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, പിന്നെയോ T7ൽ നിന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, പിന്നെയോ T5ൽ നിന്നുള്ളൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്, പിന്നെയോ ഒരു സെൽഫ് ലൂപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻസ് പറയാം. നോർമലി നിങ്ങൾ ഫസ്റ്റ് നോക്കൂ, ക്യു എയുടെ വാല്യൂ 0 ആണ്, ക്യു എസിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ക്യു എ ബാർ ക്യു എസ് ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ക്യു എ ബാർ ക്യു എസ് ബാർ ഇൻറ്റു T0 പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ തോന്നുന്നത് T3യിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് T3 എന്ന് എഴുതാം. മൂന്നാമത്തെ ഫംഗ്ഷൻ വരുന്നത് T5ൽ നിന്നാണ്. ഈ T5 വരുന്ന സമയത്ത് എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് നോർമലി ആ ഇയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇൻറ്റു T5 പ്ലസ് ലാസ്റ്റ് വരുന്ന T7ൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടീഷൻസ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ക്യു എ ബാർ ഇൻറ്റു ക്യു എസ് ബാർ ഇൻറ്റു T0 പ്ലസ് T3 പ്ലസ് ഇ ഇൻറ്റു T5 പ്ലസ് ഇ ഇൻറ്റു T5 പ്ലസ് T7. ഇനി ഇപ്പോൾ T0 ആണ് ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് എഴുതാൻ. ഇനി T1 ഒന്ന് നോക്കിയേ. T1ൻ്റെ ബേസിസിലൊന്ന് പറയാൻ പറ്റുമോ? T1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് കേട്ടോ. T1 ഈ T1ൻ്റെ കേസ് നമുക്ക് ഡയറക്റ്റ് എഴുതാം. T1 നമുക്കൊരൊറ്റ ഇക്വേഷൻ വെച്ച് തന്നെ T1 എഴുതാം. T1 നിങ്ങൾ നോക്കിയേ, T1 എങ്ങനെ എഴുതാം? T1ൽ നിന്ന് പിന്നെ T2ലേക്കാണ് പോകുന്നത് അല്ലേ? യെസ്. അപ്പോൾ ക്യു എസിൻ്റെ വാല്യൂ 1 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? T1 കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ നോർമലി റെപ്രസെൻറ്റ് ചെയ്യാം ക്യു എസ് ഇൻറ്റു T0. ഇതാണ് നോർമലി T1ൻ്റെ വാല്യൂ. ഇനി T2 നോക്കിയേ. T2ലേക്ക് വരുന്ന കൺട്രോൾ ഇൻപുട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് T0യിൽ നിന്നുള്ളൊരു കൺട്രോൾ ഇൻപുട്ടും വരുന്നുണ്ട്, ഒരു T1ൽ നിന്നുള്ള ഒരു കൺട്രോൾ ഇൻപുട്ടും വരുന്നുണ്ട്. ഇത് രണ്ട് കൺട്രോൾ ഇൻപുട്ടുകളും T2ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് T2ൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്യാം വളരെ സിമ്പിളായിട്ട്. Q ഇൻറ്റു T0 പ്ലസ് T1. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. ഇനി T3 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? T3യിലേക്ക് വരുന്ന കൺട്രോൾ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് നോക്കിയാൽ T3യിലേക്ക് വരുന്ന കൺട്രോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ T2ൽ നിന്നാണ് T3യിലേക്ക് ഒരു കൺട്രോൾ ഇൻപുട്ട് വരുന്നത്. അത് S ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് ഫോം ചെയ്യാം. എസ് ബാർ ഇൻറ്റു T2. മനസ്സിലായില്ലേ എല്ലാവർക്കും? യെസ്. ഇനിയോ D ഇൻറ്റു T4 ആണ് അടുത്ത് നമ്മൾ എഴുതുന്നത്. T4 എന്ന് നോക്കിയേ. T4 നോക്കിയേ. ദിസ് ഇസ് ആക്ച്വലി T4ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? D ഇൻറ്റു T4 എന്ന് പറഞ്ഞാൽ S ഈക്വൽ ടു 1 ആണ്, പിന്നെ T2ൽ നിന്നാണ് വരുന്നത്. അപ്പോൾ S ഇൻറ്റു T2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. S ഇൻറ്റു T2 ആണ് D ഇൻറ്റു T4. എസ് ബാർ ഇൻറ്റു T2 ആണ് D ഇൻറ്റു T3. ഇനി T5 റെപ്രസെൻറ്റ് ചെയ്തുകൂടെ? T5 വരുന്നത് ഇതുപോലെ തന്നെ നമുക്ക് നേരിട്ട് T4ൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് എഴുതാം. T4 എന്ന് എഴുതാം ഇതിൻ്റെ വാല്യൂ. T6 എഴുതാൻ പറ്റുമോ? D ഇൻറ്റു T6. ഇത് വരുന്നത് E ഈക്വൽ ടു 0 എന്നുള്ളൊരു കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E ബാർ ഇൻറ്റു T5 എന്ന് എഴുതാം. E ബാർ ഇൻറ്റു T5. ഫൈനലി T7 എഴുതാൻ പറ്റുമോ? T7 ഇതാണ് T7 എഴുതുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് എഴുതാം? T7 ഇസ് ഈക്വൽ ടു T6 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. കൺഫ്യൂഷൻ ആവരുത്, വളരെ സിമ്പിളാണ്. ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്. അപ്പോൾ എന്തൊക്കെ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൽ എഴുതണം എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിസൈൻ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടുകൾ നമ്മളിപ്പോൾ എഴുതി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്കിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വെച്ചിട്ട് അതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫങ്ഷൻസ് ഫോം ചെയ്തു. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി നമ്മുടെ തന്നെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പോവുകയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബൂലിയൻ ഫങ്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ബൂലിയൻ ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ ബൂലിയൻ ഫങ്ഷൻസ് ഫോർ ദി ഔട്ട്പുട്ട് കൺട്രോൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ബൂലിയൻ ഫങ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് കൺട്രോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നല്ലപോലെ ശ്രദ്ധിക്കണേ, എങ്കിലേ മനസ്സിലാവുള്ളൂ. യെസ്. അപ്പോൾ ഇതിൻ്റെ ബൂലിയൻ ഫങ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓരോ ഇക്വേഷൻസ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഓരോ ഇക്വേഷൻസ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി T0 തൊട്ട് T7 വരെയുള്ള സ്റ്റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് T0, ഇത് T1, ഇത് T2, ഇത് T3, ഇത് T4, ഇത് T5, ഇത് T6, ഇത് T7 അല്ലേ? അപ്പോൾ നമുക്കിതിന്ന് ഓരോന്നിൻ്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫസ്റ്റ് കേസാണ് അല്ലേ? T0 എന്നുള്ള കേസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ
നോർമലി എക്സ് മുതൽ ഡബ്ല്യു വരെയുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് എന്താണ്, എക്സ്, അതുപോലെ S2 എന്താണ്, S1 എന്താണ്, S0 എന്താണ്, Cin എന്താണ്, L എന്താണ്, Y എന്താണ്, Z എന്താണ്, W എന്താണ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് നമുക്ക് കിട്ടും. എക്സ് 1 ആവുന്ന ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് എക്സ് 1 ആവുന്ന ഒരൊറ്റ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് T0 ആണ്. കൺഫ്യൂഷൻ ആവല്ലേ. യെസ്. ഇനി S2 നോക്കിയേ, S2 ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് ആയിട്ടുള്ള S2 എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലേ. S2ൽ എവിടെയാണ് നമുക്ക് 1 കിട്ടുന്നത്, T6ലാണ് എനിക്ക് 1 കിട്ടുന്നത്. അപ്പോൾ S2ൻ്റെ വാല്യൂ എന്താണ്, T6. ഇനി S1 നോക്കിയേ, S1ൽ 2 സ്റ്റേറ്റിൽ നമുക്കിത് 1 വരുന്നുണ്ട്. ഒന്ന് T4ലും ഒന്ന് T6ലും. അപ്പോൾ T4 പ്ലസ് T6 ആണ് S1ൻ്റെ വാല്യൂ. യെസ്. ഇനി S0 നോക്കിയേ, S0ൽ നമുക്ക് 2 കേസിലാണ് 1 വരുന്നത്. ഒന്ന് T3ലും ഒന്ന് T6ലും. അപ്പോൾ നമുക്ക് T3 പ്ലസ് T6 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. T3 പ്ലസ് T6. ഓക്കെ. ഇനി നോക്കിയേ, ലാസ്റ്റ് എന്താ, Cin നോക്കിയേ, Cin 1 ആവുന്ന എത്ര കേസ് വരുന്നുണ്ട്, 2 കേസ്. T4ലും വരുന്നുണ്ട്, T7ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് T4 പ്ലസ് T7 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി L നോക്കിയേ, L എന്ന് പറയുന്നത് 3 സ്റ്റേറ്റിലാണ് 1 വരുന്നത്. T3ലും T4ലും T7ലും. അപ്പോൾ നമുക്ക് T3 പ്ലസ് T4 പ്ലസ് 3 ആണോ 4 അല്ലേ, T3 പ്ലസ് T4 പ്ലസ് T6 പ്ലസ് T7, 4 സ്റ്റേറ്റിൽ 1 വരുന്നുണ്ട്. ഇനി Y നോക്കിയേ, Y എനേബിൾ ആവുന്ന എത്ര കേസ് വരുന്നുണ്ട്, Y എന്ന് പറഞ്ഞാൽ ഒറ്റ കേസിലേ ഉള്ളൂ, അത് T1 ആണ്. ഇനി Z നോക്കിയേ, Z എനേബിൾ ആവുന്ന ഒരൊറ്റ കേസേ വരുന്നുള്ളൂ, ഏതാണ്, T7. ഇനി W നോക്കിയേ, W എനേബിൾ ആവുന്ന ഒരൊറ്റ സ്റ്റേറ്റേ വരുന്നുള്ളൂ, അത് T5 ആണ്. ഇതാണ് നമ്മുടെ ഫൈനലി നമുക്ക് എഴുതാനുള്ള ബൂലിയൻ ഫംഗ്ഷൻസ് ഫോർ ദി ഔട്ട്പുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ബൂലിയൻ ഫംഗ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻസ് എഴുതി. ഓക്കെ, ഇതിൻ്റെ ബേസിൽ ഞാൻ എന്തെഴുതി, ബൂലിയൻ ഫംഗ്ഷൻസ് ഫോർ ഔട്ട്പുട്ട് കൺട്രോൾ എഴുതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഫണ്ടമെൻ്റൽ ലോജിക്ക്. അപ്പോൾ ഇതാണ് ഹാർഡ്വെയർഡ് കൺട്രോൾ. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്, റിയലി കൺഫ്യൂസിങ് ആവുന്ന പാർട്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ബ്രീഫായിട്ട് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇതാണ് ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്ക്. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റായി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ എന്താണ് ഒരു ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക്ക് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. ഹാർഡ്വെയർ റിലേറ്റഡ് ആണ് എല്ലാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ കൺട്രോൾ ഓർഗനൈസേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഫിഗർ വെച്ചിട്ട്. ആ കൺട്രോൾ ഓർഗനൈസേഷൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ 5 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ്, ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ, അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്, ഡാറ്റ പ്രീ പ്രോസസ്സർ പാർട്ട്, കൺട്രോൾ ലോജിക്ക് ഡിസൈനിങ്, ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഡീപ്പായിട്ടുള്ള എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയായിരുന്നു എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ വന്നത്. ഇതിൻ്റെ ബേസിൽ നമ്മൾ ഇതിൻ്റെ അൽഗോരിതം ഡിറൈവ് ചെയ്തു. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചു, വളരെ ബ്രീഫായിട്ട് പഠിച്ചു, എങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കാമെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൻ്റെ ബേസിസിൽ നമ്മളിതിൻ്റെ ഡാറ്റ പ്രോസസ്സർ സ്പെസിഫിക്കേഷൻ സ്റ്റേജിലേക്ക് പോയി. അതിൻ്റെ ഡാറ്റ പ്രോസസ്സർ സ്റ്റേജ് വരച്ചു. അതിന് നമ്മൾ ഈ ഒരു ടേബിളാണ് റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫൈനലി അതിൻ്റെ കൺട്രോൾ ലോജിക് ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ പാർട്ടിൽ ഇതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. സ്റ്റേറ്റ് ഡയഗ്രത്തിന് ശേഷം ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൻ്റെ ബേസിസിൽ ഞാൻ എന്ത് വരച്ചു, ഇതിൻ്റെ ഒരു ടേബിൾ വരച്ചു, സീക്വൻസ് ഓഫ് രജിസ്റ്റർ ട്രാൻസ്ഫറിൻ്റെ ടേബിൾ വരച്ചു. അതിനുശേഷം ഞാൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റിനുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടുകൾ, ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ട് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ബൂലിയൻ ഫംഗ്ഷൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാർഡ്വെയർഡ് കൺട്രോളിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. വളരെ ബ്രീഫായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. ഇത് നിങ്ങൾ ഈ എക്സാമ്പിൾ നിങ്ങൾ എഴുതി പഠിച്ചോ, ഷുവറായിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. 10 മാർക്കിനോ 14 മാർക്കിനോ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.